എനിക്ക് പ്രായമുള്ള പലരോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ, ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ താടി ഇങ്ങനെ വളർന്നു തുടങ്ങുമ്പോൾ താടിയൊക്കെ വളർത്തി നല്ല വൃത്തിയിൽ നടക്കുന്നത് കണ്ടാൽ, പ്രിയമുള്ളവരെ, പ്രായമുള്ളവരെ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഇനി നിങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിച്ചില്ല, സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ മക്കളെ നിങ്ങൾ പരിഹസിക്കരുത്, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. മറിച്ച് അവരെ സഹായിക്കുക, ഒരു ദീനിൽ സഹായിക്കുക. നമ്മുടെ ചെറുപ്പക്കാരെ ഷർറിൽ കൊണ്ടുപോകാൻ എത്രയെത്ര കരങ്ങളാണ് അവർക്ക് ചുറ്റുമുള്ളത്. ഈ ഇരുട്ട് നിറഞ്ഞ കാലത്ത് നീ അവന്റെ ആ നല്ല വഴിയിൽ ഒരു മെഴുകുതീരെങ്കിലും കാണിച്ചു കൊടുത്ത് അവനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നീ സഹായിക്കുക. പല വീടുകളിൽ നമുക്ക് കാണാം, കുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ദീനിലേക്ക് അടുക്കുന്നത് കണ്ടാൽ, ഒന്ന് ചാടി വളർത്തുന്നത് കണ്ടാൽ അവരെ പരിഹസിക്കുന്ന മുതിർന്ന ആളുകളെ. ഇവരൊക്കെ തോന്നിവാസിയായി വന്ന്, കള്ളു കുടിച്ചു വന്ന്, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമയായി വന്ന്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വീട്ടിൽ എന്തെങ്കിലും തല്ലിപ്പൊളിക്കുന്ന സ്വഭാവക്കാരനായിരുന്നെങ്കിൽ വീട്ടിലെ ഈ മുതിർന്ന പലരും അവനെ പേടിച്ച് ബഹുമാനിച്ചു കഴിഞ്ഞാൽ. പല വീട്ടിലും അങ്ങനെയാണ് സ്ഥിതി. എന്നാൽ സുബ്ഹാനല്ലാഹ്, അവൻ ദീനിലേക്ക് അടുക്കുന്ന കണ്ടാൽ കളിയാക്കാനും പുച്ഛിക്കാനും പരിഹസിക്കാനും, ആ സാധുവിന്റെ താടിയെ പരിഹസിക്കാനും അവന്റെ വസ്ത്രത്തെ പരിഹസിക്കാനും ഒക്കെ ആളുകളുണ്ടാവും. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ആ കുട്ടിയെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അള്ളാഹു നിങ്ങളെ കുടുംബത്തെ തന്നെ സംരക്ഷിക്കുന്നത്. ആ സാധു നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ദീൻ ആർക്കെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾ, അവരെ, എൻ്റെ ശബ്ദം മുതിർന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, അവർ പ്രോത്സാഹിപ്പിക്കുക, അവരെ സഹായിക്കുക. അള്ളാഹു നിങ്ങളെ സഹായിക്കും. അവരെ ദീനിൽ ജീവിക്കാൻ, അവരുടെ വിവാഹം നടത്താൻ ഒക്കെ വേഗം സഹായിക്കുക. പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ ആൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. വിവാഹത്തിന് അവരെ സഹായിക്കുക, അതിന് സമ്പത്ത് നൽകി സഹായിക്കുക. എല്ലാവരുടെ തലയിലിട്ട് നിങ്ങൾ പോകാതിരിക്കുക. അള്ളാഹു നിങ്ങൾ സഹായിക്കും. അതുകൊണ്ട് നന്മയുടെ അന്തരീക്ഷം ചുറ്റുമുണ്ടാവുക എന്നത് നല്ല കാര്യമാണ്.